മോഹൻലാലിനെ ഉപയോഗിച്ച് സംഘികളെയും സംഘിവിരുദ്ധരെയും പറ്റിച്ച് ലാഭം കൊയ്യാൻ പൃഥ്വിരാജിനറിയാം. കുറിപ്പുമായി അഖിൽ മാരാർ രംഗത്തെത്തി. ബുധനാഴ്ച റിലീസ് ചെയ്ത മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ കൈകാര്യം ചെയ്ത പ്രമേയം കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകളും തർക്കങ്ങളും തീർത്തിരുന്നു. ചിത്രത്തിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നുവെന്നും അതുവഴി അധികാരത്തിൽ കയറിയെന്നുമുള്ള ഭാഗങ്ങൾ കാരണം ചിത്രം ബഹിഷ്കരിക്കണമെന്ന വലിയ ക്യാമ്പയിൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനിടെ ചിത്രത്തിന് പിന്നിലെ വിവാദങ്ങളെല്ലാം സംവിധായകൻ പൃഥ്വിരാജിന്റെ മാർക്കറ്റിംഗ് തന്ത്രമെന്ന് സൂചിപ്പിച്ച് സമൂഹ മാധ്യമക്കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ. സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തതായും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ ഉയർന്നു വരുന്നു എന്നും മാരാർ പറയുന്നു. സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു. സിനിമ ഇറങ്ങി 2 ആഴ്ച മുതൽ കേരളത്തിലേതും തമിഴ്നാട്ടിലേതും കർണാടകയിലേതും മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും 2ാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് അറിയാമെന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമെന്ന് തോന്നുന്നുവെങ്കിൽ അത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി മാറുമെന്ന് അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടി. അഖിൽ മാരാറുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നതും സത്യമുള്ള കാര്യം. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് സുഡാപ്പികൾക്കായിരിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന കൂട്ടർക്ക് എമ്പുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗിൽ അവർ വളരെ അസ്വസ്ഥരുമാണ്. അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി നോക്കേണ്ടത്. ടിക്കറ്റ് എടുത്ത സംഘികളെല്ലാം എന്തായാലും പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു. 2ാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തെലങ്കാനയിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. 2ാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും BJP വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും 2ാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമോ? നരഭോജി, നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വരികളാണ്. വിളികളാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവെച്ചു കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കണക്കാക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലോ എന്ന്. കള്ളം പറഞ്ഞതാണോ എന്ന് പോലും ചോദിക്കാം. സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും അതുപോലെ പ്രേക്ഷകർക്ക് തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവെച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നു BJPയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ്. അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമ ആയിരിക്കും. എനിക്കെന്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ. ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നായിരുന്നു അഖിലിന്റെ കുറിപ്പിൽ ഉണ്ടായിരുന്നത്.